കേരളത്തിൽ നടക്കുന്നത് മാധ്യമ ഭീകരതയാണെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി. മത്സരബുദ്ധിയോടെ വാർത്തകൾക്ക് റേറ്റിംഗ് ഉണ്ടാക്കാനാണ് ദൃശ്യമാധ്യമങ്ങൾ ശ്രമിക്കുന്നത്. വ്യാജ വാർത്തകൾ നൽകിയതിനു ശേഷം അബദ്ധം പറ്റിയെന്ന് നിർവ്യാജം പറയുകയാണ്. സത്യം അന്വേഷിച്ച് കണ്ടെത്തിയതിനു ശേഷം മാത്രമേ എന്ത് സംഭവത്തിലും നടപടി സ്വീകരിക്കുകയുള്ളൂവെന്നും ശ്രീമതി ടീച്ചർ പറഞ്ഞു. നമ്മുടെ കേരളത്തിൽ നമ്മുടെ പാർട്ടി ഇപ്പോൾ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. ശത്രുക്കൾക്ക് പാർട്ടിയെ കൊത്തിവലിക്കാൻ എറിഞ്ഞു കൊടുക്കരുത്. അത് അനുഭാവിയായാലും പാർട്ടി മെമ്പറായാലും അനുഭാവിയായാലും ബന്ധുക്കളായാലും ആരായാലും കൊള്ളാം. ശത്രുക്കൾക്ക് മുന്നിലേക്ക് പാർട്ടിയെ കൊത്തിവലിക്കാൻ ഇട്ടുകൊടുക്കരുത്, അതിന് നിന്നുകൊടുക്കരുത്. അത് ആരായാലും ശരി, അത് ശരിയല്ല. കാരണം ഈ പാർട്ടി ജനങ്ങളുടെ പാർട്ടിയാണ്. ഈ പാർട്ടി തൊഴിലാളികളുടെ അധ്വാനിക്കുന്നവരുടെ പാർട്ടിയാണ്. അതുകൊണ്ടാണ് അങ്ങനെ അധ്വാനിക്കുന്നവരുടെ ക്ഷേമത്തിനും താല്പര്യത്തിനും മുൻതൂക്കം കൊടുത്തുകൊണ്ട് പ്രവർത്തിച്ചത് കൊണ്ടാണ് സഖാവ് അഴീക്കോടന്റെ പാർട്ടി ഇന്ന് കേരളത്തിലെ നമ്പർ 1 പാർട്ടി ആയിട്ടുള്ളത്. CPM നേതാവായിരുന്ന അഴീക്കോടൻ രാഘവന്റെ 53ാം രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് പയ്യാമ്പലത്ത് നടന്ന അനുസ്മരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ശ്രീമതി ടീച്ചർ. പരിപാടിയിൽ പങ്കെടുക്കേണ്ടിയിരുന്ന EP ജയരാജന്റെ അസാന്നിധ്യം ഇന്നും ശ്രദ്ധിക്കപ്പെട്ടു. അനുസ്മരണ യോഗത്തിൽ സംസ്ഥാന കമ്മിറ്റി അംഗം P ജയരാജൻ അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടറി MV ജയരാജൻ, ഡോക്ടർ V ശിവദാസൻ MP, TV രാജേഷ്, KV സുമേഷ് MLA, T ഗോവിന്ദൻ, അഴീക്കോടൻ രാഘവന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ള നേതാക്കളും പാർട്ടി പ്രവർത്തകരും അനുസ്മരണത്തിൽ പങ്കെടുത്തു.